രാഹുലിന്റെ രക്തത്തിനായി മുറവിളി കൂട്ടുകയാണ് കോൺഗ്രസിന് അകത്തും പുറത്തു നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ. ആരോപണങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ടുകഴിഞ്ഞു. അതിൽ വിധി പറയാനിരിക്കെ സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെ കോൺഗ്രസ് ആ വിധി നടപ്പിലാക്കുകയാണ്. എന്നേക്കുമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപനം വരുമെന്ന റിപ്പോർട്ടുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. നിലവിൽ സസ്പെൻഷനിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് താൽക്കാലികമായ ഒരു നടപടി മാത്രമായിരുന്നു. ആരോപണങ്ങൾ വെറും ആരോപണങ്ങളായി നിൽക്കുകയായിരുന്നു അപ്പോൾ. ഈ ഘട്ടത്തിൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കാനുള്ള മാർഗങ്ങൾ അനുകൂലികൾ തേടുകയും ചെയ്തു. എന്നാൽ പെട്ടെന്നാണ് എല്ലാം തകർത്ത് ആരോപണം ഉന്നയിച്ച യുവതി തെളിവുകൾ സഹിതം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഇതോടെ നിന്ന നിൽപ്പിൽ മാങ്കൂട്ടത്തിലിനെ കാണാതാവുകയായിരുന്നു. പോലീസ് മണം പിടിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും അരിച്ചു പെറുക്കിയിട്ടും പൊടി പോലും കിട്ടിയില്ല. പിന്നാലെ മറ്റൊരു 23-കാരി കൂടി രാഹുലിനെതിരെ KPCCക്ക് പരാതി നൽകിയതോടെയാണ് അനിവാര്യമായ ആ വിധി നടപ്പിലാക്കുന്നത്. എന്നേക്കുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് പുറത്താക്കുകയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ ആക്ഷേപം കേട്ട മറ്റൊരു ജനപ്രതിനിധി കോൺഗ്രസിനില്ല എന്നതാണ് വാസ്തവം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ വൈകുന്തോറും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾക്ക് മേൽ കരിനിഴൽ വീഴുന്നുണ്ട്. പീഡനാരോപണം ഉയർന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാതൃക കാണിച്ചതിന്റെ സകല യശസ്സും ഇല്ലാതാക്കുന്ന വിധത്തിലാണ് നിരന്തരം ഉണ്ടാകുന്ന പരാതികളും വിവാദങ്ങളും എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ലാതെ കോൺഗ്രസിന് മുന്നിൽ വേറെ വഴിയില്ലാതായതോടെ നടപടി പാർട്ടിക്കുള്ളിൽ എടുത്തിരിക്കുന്നത്. ഇനി അത് മാധ്യമങ്ങൾ വഴി ഈ ലോകത്തിനെ അറിയിക്കുക എന്ന രീതി മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. മുതിർന്ന നേതാക്കൾ തമ്മിൽ ഇക്കാര്യത്തിൽ ഏകാഭിപ്രായത്തിൽ എത്തിയതോടെയാണ് രാഹുൽ യുഗത്തിന് തിരശീല വീഴുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും K മുരളീധരനും കടുത്ത നടപടി വേണമെന്ന അഭിപ്രായത്തിലാണ് എത്തിയത്. MLA സ്ഥാനം രാജിവെപ്പിക്കുന്നതിന് പാർട്ടിക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്താക്കി മുഖം രക്ഷിക്കാനാണ് ധാരണയായിരിക്കുന്നത്. തുടക്കത്തിൽ വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നു ഉയർന്നത്. തനിക്കെതിരെ പരാതികളൊന്നുമില്ലെന്ന നിലപാടിലായിരുന്നു രാഹുലും എത്തി നിന്നത്. ഹു കെയേഴ്സ് എന്നാണ് ഈ വിവാദത്തോട് ആദ്യമായി രാഹുലും പ്രതികരിച്ചത്. എന്നാൽ പീഡനത്തിനും ഗർഭചിത്രത്തിനും വിധേയയായ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ രാഹുൽ ആകെ പെട്ടുപോവുകയായിരുന്നു. ഈ പരാതി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ് ഇപ്പോൾ. നിരപരാധിത്വം തെളിയിക്കാൻ ധാരാളം അവസരമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരവസരവും വിനിയോഗിക്കാതെ എല്ലാവരെയും വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയാമായിരുന്നു. അതൊന്നും ഇതുവരെ ഉണ്ടായില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും പുലർത്തേണ്ട പ്രാഥമിക ഉത്തരവാദിത്വവും നീതിബോധവും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചില്ല എന്ന് പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. അതിനിടയിലാണ് രണ്ടാമത്തെ പരാതി പാർട്ടിക്ക് ലഭിച്ചത്. സീരിയൽ പീഡകനായ വ്യക്തിയെ ഇനിയും ചുമക്കുന്നത് തെരഞ്ഞെടുപ്പ് സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് നേതൃത്വം ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പാടാണ് പുതിയ നീക്കങ്ങൾക്ക് പിന്നിലെന്നും കാണാൻ സാധിക്കും.